ശ്രീ റോണി കെ ബേബി, ഇത് തന്നെയാണ് പറഞ്ഞു വരുന്നത്. ഈ ഉപദേശീയത എന്ന് പറയുന്ന ഒരു വിഷയം വല്ലാതെ അങ്ങ് ഉയർന്നു വരികയാണ്. അത് നമ്മുടെ രാജ്യ താല്പര്യത്തെയൊക്കെ അങ്ങേയറ്റം ഹനിക്കുന്ന രീതിയിൽ അതിനെ കോൺഗ്രസ് എങ്ങനെയാണ് കാണുന്നത്? സ്റ്റാലിൻ്റെ ഈ അടുത്തിടെ സ്റ്റാലിൻ നടത്തിയ നയങ്ങളെ വളരെ ചുരുക്കി, സമയം വളരെ പരിമിതമാണ്, അതുകൊണ്ടാണ് പറയുന്നത്. ഈ തമിഴ്നാടും ദക്ഷിണേന്ത്യയും ഒക്കെ ഉയർത്തിക്കൊണ്ടിരുന്ന വിഷയങ്ങൾ അതൊരു ഒറ്റപ്പെട്ട പ്രശ്നമായിട്ട് ഞാൻ കാണുന്നില്ല. ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ദേശീയതയെ കുറിച്ചുള്ള ഒരു ഡെഫിനിഷന്റെ പ്രശ്നമാണ്. ഇവിടെ ഇത്രയും കാലം ഇവിടെ നാഷണലിസം അല്ലെ ദേശീയതയെ കുറിച്ചുള്ള ഡെഫിനിഷൻ എന്ന് പറയുന്നത് ബഹുസ്വരതയുടേതായിരുന്നു, ഡൈവേഴ്സിറ്റിയുടേതായിരുന്നു, വൈവിധ്യങ്ങളുടേതായിരുന്നു. പക്ഷെ ഇപ്പോൾ കേന്ദ്രം പറയുന്നു ഞങ്ങളുടെ ദേശീയത അതാണ് യഥാർത്ഥ ദേശീയത, സംസ്ഥാനങ്ങളുടെ ദേശീയതയ്ക്ക്. അങ്ങനെ പറയുമ്പോൾ പോലെ നിങ്ങൾ അങ്ങനെ പറയുമ്പോൾ ബിജെപിയെ വിമർശിക്കുമ്പോൾ നിങ്ങൾ കർണാടകയിൽ കാണിച്ചു കൂട്ടിയത് എന്താണ്? ഒരു പ്രത്യേക മതവിഭാഗത്തിന് വേണ്ടി, മുസ്ലിം വിഭാഗത്തിന് വേണ്ടി സംവരണമടക്കം ഏർപ്പെടുത്തുന്ന നിങ്ങൾക്ക് ഇത് പറയാൻ എന്താണ് അവകാശം? സർക്കാരിന്റെ കരാറുകളിൽ 4% മുസ്ലിം സംവരണം ബില്ലാക്കി കൊണ്ടുവന്ന് നിയമമാക്കി കൊണ്ടുവരികയല്ലേ കർണാടക ഗവൺമെന്റ് ചെയ്തത്? അതിനെങ്ങനെ നിങ്ങൾക്ക് ന്യായീകരിക്കാൻ കഴിയും? ഞാൻ വളരെ കൃത്യമായിട്ട് തന്നെ എന്നെ മറുപടി പറയാം. ഞാൻ ഇപ്പോൾ ഇവിടെ നീലിമ മുമ്പ് പരാമർശിച്ച ഒരു കാര്യമുണ്ട്. ഇവിടെ പിന്നെ ദേശീയതയ്ക്കെതിരെ ചോദ്യം ചെയ്യുവാൻ തമിഴ്നാടിന് എന്താ അവകാശം? ഞാൻ ഒറ്റ കാര്യം ചോദിച്ചോട്ടെ. ഇവിടെ ദേശീയ വിദ്യാഭ്യാസ നയത്തിലെ ഹിന്ദി നടപ്പാക്കിയില്ല എങ്കിൽ 2000 കോടി രൂപ നൽകില്ല എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിന് എന്താ അവകാശം? നീലിമ ഒരു കാര്യം മനസ്സിലാകും. ഞാനും നീലിമയൊക്കെ ഇവിടെ മലയാളത്തിൽ അഭിമാനം കൊള്ളുന്നവരാ. പക്ഷെ ഇപ്പോൾ CBSE കൊണ്ടുവന്ന കരട് ഭാഷ ചട്ടത്തിന്റെ 45 ഭാഷകളിൽ മലയാളമില്ല. 12 ഇന്ത്യൻ ഭാഷകളിലെ ശ്രേഷ്ഠ ഭാഷ പദവി കിട്ടിയ ഭാഷ മലയാളം. ആ മലയാളത്തെ ഇവിടെ അതിന്റെ അകത്ത് ഒഴിവാക്കിയതിനകത്ത് നമുക്കൊന്നും പ്രതികരിക്കാനില്ലേ? അതിന് ഇന്ന് അമിത്ഷാ ഒരു മറുപടി പറഞ്ഞിട്ടുണ്ട്. അമിത്ഷാ പാർലമെന്റിൽ ഇന്ന് നൽകിയ ഒരു മറുപടിയുണ്ട്. ഞങ്ങൾ തമിഴ്നാട്ടിൽ അധികാരത്തിലെത്തുകയാണെങ്കിൽ അവിടെ മെഡിക്കൽ വിദ്യാഭ്യാസവും എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസവും തമിഴ് ഭാഷയിലാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിലപ്പുറം വലിയൊരു സ്റ്റേറ്റ്മെന്റ് ഈ കാലഘട്ടത്തിൽ ആവശ്യമുണ്ടോ? സകല ഈ വിഭാഗീയ പ്രവർത്തനങ്ങളെയും നിരാകരിക്കുന്ന വിധത്തിൽ അങ്ങനെ എന്തെങ്കിലും ഒന്ന് BJPക്ക് മേൽ ചാർത്തുന്നുണ്ടെങ്കിൽ അതെല്ലാം നിരാകരിക്കുന്ന ഒരു പ്രസ്താവനയല്ലേ ഇന്ന് അമിത്ഷാ പാർലമെന്റിൽ നടത്തിയത്? ഇവിടുത്തെ ദക്ഷിണ അത് BJP ഭരണത്തിൽ വരുമ്പോഴല്ലേ, അത് അന്നേരം ആലോചിക്കാം. ഇപ്പോഴത്തെ വിഷയങ്ങൾ നമ്മളിപ്പം ചർച്ച ചെയ്യാം. ഇന്ത്യൻ ഭരണഘടനയുടെ 8ാം പട്ടികയിലെ 22 ഭാഷകൾക്ക് തുല്യ അവകാശമാണുള്ളത്. അതിന് മലയാളമുണ്ട്, തമിഴുണ്ട്, ഹിന്ദിയുണ്ട്. ഹിന്ദി മാത്രം സ്റ്റാലിനോട് വളരെ കൃത്യമായി ഇവിടുത്തെ ആഭ്യന്തരമന്ത്രി ചോദിച്ചു, നിങ്ങൾ ഈ എഞ്ചിനീയറിംഗും മെഡിക്കൽ വിദ്യാഭ്യാസവും തമിഴിലേക്ക് ആക്കുമോ, തമിഴിൽ പഠിപ്പിക്കുമോ എന്ന് ചോദിച്ചു. അതിന് മറുപടി പറഞ്ഞിട്ടില്ലല്ലോ സ്റ്റാലിൻ ഇതുവരെ. ഞാൻ മനസ്സിലാക്കുന്നത് അവിടെയുള്ള പിന്നെ PG ഉൾപ്പെടെ PhD വരെ എല്ലാ കാര്യങ്ങളും തമിഴ് ഭാഷ തന്നെ ഉപയോഗിച്ചുകൊണ്ട് അവർക്കത് പ്രബന്ധങ്ങൾ, അത് മലയാളത്തിൽ നമ്മുടെ കേരളത്തിൽ പോലും ഈ അടുത്ത കാലത്താണ് വന്നത്. അത്രമാത്രം തമിഴിന് സ്വാതന്ത്ര്യം കൊടുക്കുന്നത്. അവിടുത്തെ ഈ പറയുന്ന നമ്മുടെ ദൂരദർശന ചാനലുകൾ നോക്കി അറിയാം, അവിടെ ഹിന്ദി വാർത്ത പറയുമ്പോൾ അവിടെ തമിഴ് ഭാഷ അഡ്വക്കേറ്റ് ശ്രീ പത്മനാഭൻ, ഇവരുടെ ഈ ഇരട്ടത്തപ്പാണ് വളരെ കൃത്യമായി ചോദ്യം ചെയ്യപ്പെടേണ്ടത്. ഇവിടെ സ്വാശ്രയ സമരം നടക്കുമ്പോൾ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട നേതാവിന്റെ മകളെ സ്വാശ്രയ കോളേജിൽ വിട്ട് വിദ്യാഭ്യാസം ചെയ്യിപ്പിക്കുകയാണ്. ഈ രാഷ്ട്രീയക്കാരുടെ മക്കൾ, പ്രത്യേകിച്ച് സ്റ്റാലിൻ്റെയും ഒക്കെ മക്കൾ, ഈ പറയുന്ന ഹിന്ദി വിരുദ്ധത പറയുന്ന അവരുടെ മക്കൾ വളരെ കൃത്യമായി അന്യസംസ്ഥാനങ്ങളിൽ പോയി ഹിന്ദി പഠിക്കുകയും വലിയ തലങ്ങളിലേക്കൊക്കെ എത്തിപ്പെടുകയും ചെയ്യുന്നു. അതായത് അവിടുത്തെ സാധാരണ തമിഴ് ജനവിഭാഗത്തിന് മക്കൾ ഇതൊന്നും പഠിക്കണ്ട എന്ന് പറയുമ്പോൾ ഇതെന്ത് ഫ്യൂഡലിസ്റ്റിക് മനോഭാവമാണ്? ഉപദേശീയത എന്നൊരു വാക്ക് ഉപയോഗിച്ചില്ലേ? ഉപദേശീയത അല്ല, ഉപജീവനമാണ്. 370-ാം വകുപ്പ് റദ്ദാക്കിയപ്പോൾ അവിടെ ലഡാക്കിൽ നിന്നുള്ള BJP MP ലോക്സഭയിൽ പ്രസംഗിച്ചു, 370-ാം വകുപ്പ് പോയാൽ കാശ്മീരിനൊന്നും പോകില്ല, പക്ഷെ 2 കുടുംബങ്ങളുടെ ഉപജീവന മാർഗം പോകുന്നു. അതുപോലെ ഉപജീവന മാർഗ ഈ നോക്കൂ, മലപ്പുറത്ത് സീറ്റ് കൂടി 4 എണ്ണം, പത്തനംതിട്ട സീറ്റും കല്ലൂപ്പാറ സീറ്റും പോയി, കോട്ടയത്ത് വാഴൂര് പോയി, ആലപ്പുഴയിൽ ഒരു സീറ്റ് പോയി, കൊല്ലത്ത് പോയി. ആർക്കും ഒരു വിഷമമില്ല. മലപ്പുറത്ത് 4 എണ്ണം കൂടി. എന്താ? മലപ്പുറംകാർ ജനസംഖ്യാ കാര്യത്തിൽ നിയന്ത്രണം പാലിച്ചില്ല, മറ്റേ 4 ജില്ലക്കാർ നിയന്ത്രണം പാലിച്ചു. കോഴിക്കോട് 1 കൂടി, കണ്ണൂർ 1 കൂടി. ഇതൊക്കെ ജനസംഖ്യാ നിയന്ത്രണം പാലിക്കാത്തത് കൊണ്ടാ. അന്ന് ആർക്കും ഒരു വിഷമമില്ല. സ്റ്റാലിൻ്റെ മകൻ ഉദയനിധി സ്റ്റാലിൻ്റെ മകൻ എവിടെയാ പഠിക്കുന്നറിയോ? പയ്യൻ UK പഠിക്കരുത്. UK അവിടെ പോയി തമിഴ് പഠിക്കണമെന്ന് പറയാൻ പറ്റുമോ? ഇംഗ്ലണ്ടിൽ പോയിട്ട്? പിന്നെ കനിമൊഴിയുടെ പ്രസ്താവന, മൈ സൺ ഈസ് എ സിംഗപ്പൂർ സിറ്റിസൺ, എൻ്റെ മകൻ സിംഗപ്പൂർ സിറ്റിസണാ, അവിടെ പോയി തമിഴ് മതി എന്ന് പറയാൻ പറ്റുമോ?
ഇവരുടെയൊക്കെ മക്കള് അമേരിക്കയിലും ഇംഗ്ലണ്ടിലും സിംഗപ്പൂരിലൊക്കെ പഠിച്ച് അവിടുത്തെ പൗരത്വം എടുത്തു കഴിഞ്ഞു. ഇവിടെ കേരളത്തിലുണ്ട് കുറെ മഹാന്മാർ. ഇവിടെ അമേരിക്ക സാമ്രാജ്യത്തിനെതിരെ സമരം ചെയ്യും. മക്കളൊക്കെ അമേരിക്കയിലും പശ്ചിമ ജർമ്മനിയിലും ഇംഗ്ലണ്ടിലും അയർലൻഡിലും ഓസ്ട്രേലിയയിലൊക്കെയാണ്. ഞാൻ ആരെ പേര് പറയുന്നത്, കാരണം ഇത് വ്യക്തിപരമായി പറയാൻ പാടില്ല ഈ ചർച്ചയിൽ. പക്ഷേ സ്റ്റാലിൻ്റെ കുടുംബത്തിലെ പുതിയ തലമുറയിൽപ്പെട്ട കുട്ടികളൊക്കെ പാശ്ചാത്യ രാജ്യങ്ങളിൽ പോയി പൗരത്വം എടുക്കുക. തമിഴ്നാട്ടിലെ കൂലിപ്പണിക്കാരൻ്റെ മക്കള് 3 ഭാഷ പഠിച്ചോട്ടെ. തമിഴ്നാട്ടിലെ കൃഷിക്കാരൻ്റെ മക്കള് ഹിന്ദി പഠിച്ചോട്ടെ. അവന് നാളെ ഡൽഹിയിലോ ബോംബെയിലോ എന്തെങ്കിലും ജോലി കിട്ടി, ഗുർഗാവിലെ ഇൻഡസ്ട്രിയൽ ഏരിയയിലോ നോയിഡയിലെ ഇൻഡസ്ട്രിയൽ ഏരിയയിലോ അഹമ്മദാബാദിലോ അവിടുത്തെ ഫാക്ടറികളിലൊക്കെ പോയി ജോലി ചെയ്ത് ജീവിച്ചോട്ടെ. നിങ്ങളെയൊക്കെ മക്കൾ വിദേശത്തൊക്കെ എത്തിയല്ലോ. കനിമൊഴിന്റെ മകൻ സിംഗപ്പൂർ പൗരൻ, ഉദയനിധി സ്റ്റാലിന്റെ മകൻ UK പഠിക്കത്, പയ്യൻ UK പഠിക്കത്, അവരൊക്കെ നന്നായില്ലേ വിദേശത്ത്? ഇവരെ ഈ തമിഴ്നാട്ടിലെ പാവങ്ങളെ മക്കളൊക്കെ നന്നായിക്കോട്ടെ എന്ന്. ഈ ഉപജീവന രാഷ്ട്രീയം, കുറച്ച് കുടുംബങ്ങൾ, ഈ കുടുംബാധിപത്യ പാർട്ടികൾ, ഇവരാണ് ഈ രാജ്യത്തിന്റെ ശാപം. അതാണ് ഇന്നത്തെ സോഷ്യൽ മീഡിയ. ഞാൻ തുടങ്ങിയെടുത്ത് അവസാനിപ്പിക്കുക. ഇന്നത്തെ സോഷ്യൽ മീഡിയയിൽ വന്ന പരിഹാസം അതാണ്. അതായത് ചെന്നൈയിലെ യോഗത്തിൽ മക്കളിൽ താല്പര്യമുള്ള ആളുകൾ മാത്രമേ പങ്കെടുത്തിട്ടുള്ളൂ. മമതാ ബാനർജിക്ക് മക്കളില്ല, അതുകൊണ്ട് അവർ പങ്കെടുത്തിട്ടില്ല. ഇത് ഉപജീവന രാഷ്ട്രീയത്തിന്റെ ഉഡായിപ്പ് പരിപാടിയാണ്. ഇത് പൊട്ടിപ്പൊളിഞ്ഞ് പാർട്ടീസാവും. ഞങ്ങൾ കാത്തിരിക്കുന്നത് ഇന്ത്യ മുന്നണിയെ ഇത് പൊളിക്കും എന്ന ശുഭാപ്തി വിശ്വാസത്തിലാണ്.